ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ്. ഡിപ്പെൻഡന്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് എനിക്കിവിടെ രണ്ട് കോളം ഉണ്ട്, ഒന്ന് സ്റ്റേറ്റിൻ്റെയും മറ്റൊന്ന് ഡിസ്ട്രിക്റ്റിൻ്റെയാണ്. സോ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ ഇവിടെ എനിക്ക് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഏത് സ്റ്റേറ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളാണ് എനിക്ക് ഇവിടെ കിട്ടുക. ഫസ്റ്റ് കോളത്തിൽ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എനിക്ക് സെക്കൻഡ് കോളത്തിലുള്ള ലിസ്റ്റ് മാറുകയാണ് വേണ്ടത്. സോ ഇതുപോലെയുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിട്ടുക. ഞാൻ മനുപ്രസാദ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നിക്കൽ റിലേറ്റഡ് കണ്ടന്റ്സ് ആണ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ഹെഡിങ് ആയിട്ട് സ്റ്റേറ്റ് എന്നും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അണ്ടറിലാണ് എനിക്ക് ഈ ലിസ്റ്റുകൾ കൊണ്ടുവരേണ്ടത്. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ട ഡാറ്റ എന്താണെന്നുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ആ ഡാറ്റയാണ് എനിക്കിവിടെ ഷീറ്റ് 2-ലുള്ളത്. സോ ഈ ടേബിളിൽ എനിക്ക് ഹെഡിങ് ആയിട്ട് അതായത് സ്റ്റേറ്റുകളുടെ പേരും അതിൻ്റെ താഴെ കറസ്പോണ്ടിങ് സ്റ്റേറ്റുകളുടെ ഡിസ്ട്രിക്ട്സുകളുമാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എവിടെയാണോ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണ്ടത് ആ കോളം, അതായത് A2 എന്ന് പറയുന്ന കോളത്തിലാണ് എനിക്കിപ്പോൾ വേണ്ടത്. സോ ഞാൻ അതിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലേക്ക് വന്നിട്ട് ഡാറ്റ ടൂൾസിൻ്റെ അവിടെ ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റ വാലിഡേഷൻ ഓൺ ആക്കുന്നു. എന്നിട്ട് ഈ അലോ എന്ന് പറഞ്ഞതിനകത്ത് നിന്ന് ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഈ സോഴ്സിൻ്റെ ഇവിടെയുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സോഴ്സിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാം. സോ ഷീറ്റ് 2-ലേക്ക് ഞാൻ വരുന്നു. എന്നിട്ട് ഇവിടെ തന്നിട്ടുള്ള ഹെഡിങ്ങുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ടോപ്പിലുള്ള ഹെഡിങ്ങുകളാണ് എൻ്റെ സ്റ്റേറ്റ് ആയിട്ട് എനിക്ക് വരുന്നത്. സോ ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു. സോ ഇനി ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ റൈറ്റ് സൈഡിലൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ആരോ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റുകളെല്ലാം ഇവിടെ നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ ഒരു സെല്ലിൽ നമ്മൾ ഏത് വാല്യൂ ആണോ സെലക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റേറ്റിൻ്റെ താഴെയുള്ള കറസ്പോണ്ടിങ് ഡിസ്ട്രിക്റ്റുകൾ ഇവിടെ വരിക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഞാൻ ഷീറ്റ് 2-ൽ വന്നിട്ട് ഈ കംപ്ലീറ്റ് ഡാറ്റ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+A അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ആവും. ഇനി വേണ്ടത് നമ്മൾ ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ വരിക. അവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ നെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റോയിലാണ് എൻ്റെ ടേബിളിൻ്റെ മെയിൻ ആയിട്ടുള്ള വാല്യൂസ് ഉള്ളത്. സോ ഞാൻ ടോപ്പ് റോസ് മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. സോ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ നെയിം മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഓരോ കറസ്പോണ്ടിങ്, ഇപ്പം ആസാം ആണെങ്കിൽ ആസാമിൻ്റെ അണ്ടറിലുള്ള ഒരു സെക്ഷൻ അവിടെ പേരായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആസാം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഈ ആസാമിൻ്റെ അണ്ടറിലുള്ള ഇത്രയും സ്റ്റേറ്റുകൾ അവിടെ റെഫർ ചെയ്തിട്ട് ഒരു നെയിമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഡിസ്ട്രിക്റ്റിന് അവിടെ ഈ ഒരു കോളത്തിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരിക എന്നുള്ളതാണ്. അതായത് ഈ A2-ൽ സെലക്ട് ചെയ്തത് എന്ത് വാല്യൂ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സുകൾ ഇവിടെ വരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് എടുക്കുക. അവിടുന്ന് ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഡാറ്റ വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ ലിസ്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ സോഴ്സിൻ്റെ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്, A2 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലിൽ എന്ത് വാല്യൂ ആണോ സെലക്ട് ആവുന്നത് ആ വാല്യൂ ആണ് നമുക്ക് ഇവിടേക്ക് ഫെച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സോഴ്സിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്, ഈക്വൽ ടു ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം A2 എന്ന് കൊടുക്കുകയാണ്, ബ്രാക്കറ്റ് ക്ലോസ്. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ കാണാം ഡൽഹിയുടെ അണ്ടറിൽ വരുന്ന കംപ്ലീറ്റ് ഡിസ്ട്രിക്ട്സുകളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഡൽഹി എന്നുള്ള വാല്യൂ ഒന്ന് മാറ്റി നമുക്ക് കേരള എന്ന് കൊടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിലുള്ള ലിസ്റ്റുകൾ നമുക്ക് ഇവിടുന്ന്
സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് ഈ കംപ്ലീറ്റ് കോളത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കോർണറിലേക്ക് വരിക, ഈ ഒരു പ്ലസ് സിമ്പിൾ വന്നു കഴിയുമ്പം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെയും ഈ കോർണറിൽ വരിക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കോളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്കിതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു വാല്യൂ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.